നമ്മളെ നാട്ടിലെ പുഴയാണിത്. ഇവിടെ നമ്മളെല്ലാരും വരുത്തുണ്ട്. ഉപ്പാന്റെ പേര് ഉമ്മാന്റെ പേരെല്ലാം ഇങ്ങനെ വരുത്തുണ്ട്. ഇന്ന് ഈ തോട്ട് കാണാൻ നല്ല രസമുണ്ട്. വെള്ളം കൂടിയിട്ടാ ഉള്ളത്. മീനെല്ലാം ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കണ്ണൂർ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തെ മാച്ചേരി തോടാണ്. ഈ തോട് അങ്ങനെ ലെങ്ത്തിൽ പോകണം. നമ്മളൊക്കെ പിന്നെ മുമ്പൊക്കെ വന്നിട്ട് പിന്നെ മീനൊക്കെ പിടിക്കുന്ന സ്ഥലമാണ്. വലിയ മീൻ കിട്ടും ഇവിടെ. നമ്മുടെ മൈനൽ എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതിനെ തോലൊക്കെ ഉരിഞ്ഞിട്ട് നല്ല രസമായിട്ട് അത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ അത് ഒരുപാട് അതിന് ഹെൽത്തി ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ ലോക്കലായിട്ടുള്ള തോട്ടിലായിട്ടുള്ള ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞിട്ടില്ല. ഇപ്പം അടുത്ത് തന്നെ അത് നിറഞ്ഞ് കവിയും ഫുള്ള്. ഇവിടെ ഭയങ്കര നിർത്താതെ മഴയാണ്. ഞാനും ഫാത്തിമ ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് വന്നേ കേട്ടോ. ഫാത്തിമ എൻ്റെ അടുത്തുണ്ട്. ഫാത്തിമ ഗൈസ് പറ, എന്തെല്ലാം എടുത്ത ഇഷ്ടമല്ല ആയത് പറ. അടിപൊളി തോടാന്ന് പറ. അടിപൊളി തോടാണ്. പറ. വെള്ളം കൂടുതലായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. ഫാത്തിമാനെയും കൂടിയിട്ട് നമ്മുടെ അപ്പുറത്തെ എല്ലാ സൈഡ് വരെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ നടവഴിയൊക്കെ ചുരുങ്ങിയ പോലെ തോന്നി. നല്ല മഴ പെയ്തിട്ട് അപ്പോൾ റിസ്ക് എടുക്കേണ്ടതെന്ന് തോന്നി. പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി വയലും കൃഷിയും ആയിട്ട് നല്ലൊരു നമ്മുടെ നാട്ടിലെ ഒരു കൃഷിൻ്റെ പോയിൻ്റാണ് കേട്ടോ. ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് അവിടെ. അരിയും നെല്ലും അതുപോലെ പച്ചക്കറികളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കപ്പയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും തൊട്ടടുത്ത് ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാട്ടെ ഇത്. ഈ സൈഡിൽ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അതൊരു നൊസ്റ്റാൾജിയ ആയിരിക്കും ആ ചെടികളൊക്കെ. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു സാധനം ഉണ്ടാവുള്ളൂ. അത് ഞാൻ നോക്കിയിട്ടാണ് നടന്നത്, കണ്ടിട്ടില്ല. നമ്മൾ കണ്ണിൽ സുറുമയായിട്ട് അതിനെ കൊണ്ട് ചെയ്യാറുണ്ട്. ഒരു 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 തിക്കായിട്ടുള്ളൊരു വെള്ളം ഉണ്ടാവും ഒരു ചെടിയുടെ അറ്റത്ത്. അത് ഇപ്രാവശ്യം കണ്ടില്ല. എനിക്കൊന്നും അത് കുറച്ചുകൂടി കഴിയുമെന്ന് തോന്നുന്നു ആവാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഒരുപാട് ആമകളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് കൈച്ചൽ, അങ്ങനത്തെ ഒരുപാട് പലതര നാടൻ മുഷി, അങ്ങനത്തെ ഒരുപാട് മീനുകൾ വേറെയുണ്ട്. നമ്മൾ മുമ്പായിട്ട് ടീമായിട്ട് വന്ന് മീൻ പിടിക്കാറുണ്ട്. ഞാൻ, ഷാഫി, അൻസാർ, അതുപോലെ ഷാഫിൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ട് നമ്മൾ വന്ന് മീൻ പിടിക്കാറുള്ള സ്ഥലമാണ്. എല്ലാ തോടുകളെയും പോലെ ഇതും പിന്നെ ഒഴുകി അത് പിന്നെ അങ്ങോട്ടേക്ക് പോവാന്ന് വെച്ചാൽ സാധാരണ നല്ല മഴ ഫാത്തിമ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയ പേടി. ചെറിയൊരു വഴിയുള്ളൂ നടക്കാൻ. ഓക്കെ, അപ്പോൾ ആരും ഇത് കണ്ടിട്ട് തോട്ടിലോട്ടൊന്ന് ഈ സമയത്ത് തോട്ടിലോട്ടൊന്ന് ആരും ഇത് കണ്ടിട്ട് ആരും അനുകരിച്ചേക്കല്ലേ. സൈഡിലോട്ട് എടുക്കുമ്പോൾ സൈഡിലോട്ട് എടുക്ക്. അത് വേറെ ആളെ നമുക്ക് പറിക്കാൻ പറ്റില്ല. കണ്ണൂരിൽ മഴ അതിൻ്റെ രൗദ്ര ഭാവത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലമൊക്കെ വാഴക്കൃഷി ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ എല്ലാ തരത്തിലുള്ള നേന്ത്രവാഴകളിലോട്ട് എല്ലാ വാഴപ്പഴങ്ങളും ഉണ്ട്. പിന്നെ കുട്ടികളെ ഇത് കണ്ടിട്ട് ആരും പുഴവക്കത്തൊന്നും കൊണ്ടുപോകരുത്. ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എനിക്കറിയുന്ന എൻ്റെ സ്വന്തം നാട്ടിലെ പുഴയാണ്. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഫാത്തിമ ഇപ്പോൾ കാണിക്കുന്നതോടെ അവിടെ ഒരു പൊന്മാനൊക്കെ ഉണ്ട്. പൊന്മാൻ എന്ന് പറയുന്നത് നമ്മുടെ മീനെ പിടിക്കുന്ന ഒരു പക്ഷിയില്ല, നല്ല രസമായിട്ടുള്ള. എൻ്റെ ഫോണിൽ കാണാൻ പറ്റില്ല സാധനം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ നാട് പഴയകാല ഒരുപാട് ചരിത്രങ്ങൾ പേറുന്ന നാടാണ്. പഴയകാല പള്ളികൾ, അമ്പലങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ വരാം.